7 മണിക്ക് ശേഷം ഇവിടെ മഴ പെയ്തിട്ടില്ല. അതായത് നമ്മൾ ആ പുറത്തു നിന്ന സമയത്താണ് മഴ പെയ്തത്. അതിനുശേഷം ഇപ്പോൾ മഴ പെയ്തിട്ടില്ല. അതൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ ഒരു 7-7:15 വരെ വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. ഇപ്പോൾ അന്തരീക്ഷം നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്താ പറയാ, കുത്തിയൊഴുകുന്ന പുഴയാണ് ഒരു വശത്ത്, മറുവശത്ത് ആകാശ ദൃശ്യങ്ങളും കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും രക്ഷാപ്രവർത്തനം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റിയുള്ള രക്ഷാപ്രവർത്തനം ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ഈ മറ്റ് ഉള്ള, അതായത് നാവികസേന പുഴയിലിറങ്ങിയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനവും നടക്കുന്നുണ്ട്. ഏതായാലും ഈ ആകാശ ദൃശ്യങ്ങൾ തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മൺകൂനകൾ പ്രേക്ഷകർ കാണുന്നുണ്ടാവും. ആ മൺകൂനകളിലാണ് ഇപ്പോൾ പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം. ഏതായാലും ആകാശ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ പുഴ മറുവശത്ത് ഇടതുവശത്ത് കാണുന്ന ഫ്രെയിമിൽ കാണുന്ന അതിലാണ് പുഴ ഇങ്ങനെ കുത്തിയൊഴുകി വരികയാണ്. ഈ പുഴയിൽ പല ചുഴികളൊക്കെ നമുക്ക് കാണാം. ഈ പുഴയിലാണ്, ഈ കുത്തൊഴുക്കിലാണ് ഈ പരിശോധനകൾ നടത്തേണ്ടത്. അതിന് ഉതകുന്ന ബോട്ടുകൾ ഉൾപ്പെടെ ഇവിടേക്ക് കൊണ്ടുവരുന്നുമുണ്ട്. ഏതായാലും സുശക്തമായ സംവിധാനം നാവികസേനയുടെ ഗോവയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ, അതുപോലെ തന്നെ കദംബ ബേസിലെ മുങ്ങൽ വിദഗ്ധർ, ഈ വിഭാഗങ്ങളൊക്കെ കൂടി ചേർന്നാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ കാണുന്ന മൺകൂനയ്ക്കടിയിൽ ലോറി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് കർണാടകയിലെ റവന്യൂ വകുപ്പ്, അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടമൊക്കെ സർക്കാരുമൊക്കെ പറയുന്ന ഒരു കാര്യം. ഏതായാലും പക്ഷേ രക്ഷാപ്രവർത്തകർ, അതായത് നമ്മുടെ രഞ്ജിത്തും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ അതിനോട് യോജിക്കുന്നില്ല. അവർ പറയുന്നത് മണ്ണിൽ തന്നെ ഇപ്പോൾ ഈ ലോറി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ പ്രദേശത്ത് കൂടുതൽ ഭാഗങ്ങളിലെ മണ്ണ് മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും വലിയ തോതിൽ ആ മണ്ണ് നീക്കമൊക്കെ നടക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നത് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അവിടെ മറുവശത്തുള്ള എതിർവശത്തുള്ള മണ്ണ് മാറ്റുന്ന നടപടിക്രമങ്ങളാണ് പുരോഗമിച്ച് കൊണ്ട് ഇരിക്കുന്നത്. അവിടെ ഇപ്പോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ലാഭേച്ഛയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒക്കെ അവിടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പൂനൂറിൽ നിന്നുള്ള ടീം, അതുപോലെ തന്നെ KRT ടീം, കൂരാച്ചുണ്ടിൽ നിന്നുള്ള ടീം, നസ്ര എന്നുള്ള ഒരു ടീം, അങ്ങനെ നിരവധി ടീമുകൾ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഏതായാലും മഴ മാറി നിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ തുടർന്നാൽ നമുക്ക് അതിവേഗം മുന്നേറാനാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് താനും. ഏതായാലും വലിയ തോതിൽ മഴ മാറി നിന്നാൽ അത് ഗുണകരമാകും എന്നുള്ള ഒരു സ്ഥിതി കൂടി ഉണ്ട് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ജില്ലാ ഭരണകൂടത്തിലെ പ്രധാന ആളുകളൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും നമ്മൾ ഇവിടെ എടുത്തു പറയണം. ഇന്നലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ സന്ദർശനമുള്ളത് കാരണം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള ആളുകളെ ഒന്നും ഈ പ്രദേശത്ത് കാണാനില്ല. ഈ പ്രദേശത്തേക്ക് വന്നിട്ടില്ല. ജില്ലാ കളക്ടറും ഇതുവരെ ഇവിടേക്ക് എത്തിയതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഏകോപനത്തിന് മതിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാൻ നമ്മുടേതായിട്ടുള്ള ഫോഴ്സ്, കേരളത്തിന്റെ ഫോഴ്സ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ MP രാഘവൻ ഇവിടേക്ക് രാവിലെ തന്നെ ഏതാണ്ട് ഒരു 7 മണിക്ക് തന്നെ അദ്ദേഹം ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കൂടെ ഉണ്ട് എന്ന് ഉറപ്പാക്കുന്ന നിലയിലേക്ക് MP രാഘവൻ ഇവിടെ തന്നെ ഈ സ്പോട്ടിൽ അദ്ദേഹം രാവിലെ തന്നെ നിൽക്കുന്നുമുണ്ട്. നിലവിലേതായാലും രക്ഷാപ്രവർത്തനം പൂർണ്ണമായ തോതിൽ തന്നെ പുരോഗമിക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മഴ ഇങ്ങനെ മാറി നിന്ന ഒരു കാര്യം കൂടി വന്നാൽ ഇപ്പോൾ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം മുന്നേറാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആളുകൾ വരുന്നത്, അല്ലെങ്കിൽ പ്രദേശവാസികളായ ആളുകളുടെ ഒരു കുറവ് കാര്യമായി ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. നോക്കൂ, നമ്മളിപ്പോ നോക്കിയാൽ ഈ പുഴയുടെ ഒരു അവസ്ഥ തന്നെ നോക്കൂ. കലങ്ങി കുത്തിയൊലിച്ച്
ഒഴുകുകയാണ്. കുത്തിയൊലിച്ച് ഒഴുകുകയാണ് പുഴ. ഈ പുഴയുടെ ആഴം അറിയുന്ന ആളുകൾ എത്രയുണ്ട് എന്ന് ഇവിടെയുള്ള ആളുകൾക്ക്, ഈ പ്രദേശവാസികൾക്ക് അറിയാനാകൂ. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു വിവരം അറിയുന്ന ആരും ഈ റെസ്ക്യൂ സംഘത്തിൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ NDRF സംഘവും നേവിയും ഒക്കെ ഈ മുങ്ങൽ അല്ലെങ്കിൽ ആളുകളെ റെസ്ക്യൂ ചെയ്ത് പുഴയിൽ നിന്നൊക്കെ റെസ്ക്യൂ ചെയ്ത് എടുക്കുന്നതിൽ പ്രഗത്ഭരാണ്. അതൊക്കെ സംഭവിച്ചു. പക്ഷേ പ്രാദേശികമായി ഇതിനെക്കുറിച്ച്, ഈ ടെറൈനെ കുറിച്ച് ബോധ്യമുള്ള ആളുകൾ ഇവിടെയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ശ്രീധരൻ, ബന്ധപ്പെട്ട അധികൃതർ കർണാടക സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഈ തരത്തിലൊരു ഏകോപനം അവർ ശ്രമിച്ചാൽ നടക്കില്ലേ? അങ്ങനെ പ്രദേശവാസികളടക്കമുള്ളവർ ഈ പുഴയെ അടുത്തറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എത്തിക്കാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനോ ഉള്ള ഒരു ഏകോപനം ഇവർ ശ്രമിച്ചാൽ നടക്കില്ലേ? അത് തന്നെയാണ് മോത്തി ഒരു പ്രശ്നം. അതായത് തുടക്കം തന്നെ ആദ്യം ഈ ആളുകളെ ഈ രക്ഷാപ്രവർത്തന രംഗത്തേക്ക് അധികം കടത്തിവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഈ പ്രദേശവാസികളായിട്ടുള്ള ഒരാളെ പോലും നമ്മൾ ഈ ഒരു പ്രദേശത്ത് കണ്ടിട്ടില്ല. അതായത് ഈ പ്രദേശം അറിയുന്ന ആരും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ല. നമ്മൾ വന്ന കഴിഞ്ഞ ഒരു 4 ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. തുടക്കത്തിൽ ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്ക് മുഴുവനായിട്ട് പറയാനാവില്ല. പക്ഷേ നമ്മൾ വന്ന ഈ ഒരു 4 ദിവസം അങ്ങനെയുള്ള ആളുകൾ ഇവിടേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു സേവനം സർക്കാരോ ജില്ലാ ഭരണകൂടമോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ അനാസ്ഥയുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിവരങ്ങളൊന്നും അങ്ങനെ പുറത്തു പോവരുത് എന്നുള്ളൊരു നിർബന്ധം, അല്ലെങ്കിൽ അവരെ വീഴ്ചകൾ പുറത്തേക്ക് വരരുത് എന്നുള്ള നിർബന്ധം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് തള്ളിക്കളയാൻ ആവില്ല. ഏതായാലും വലിയ തോതിൽ രക്ഷാപ്രവർത്തനം ആദ്യത്തെ 4 ദിവസം അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവത്തെ, അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുന്നത്. ഈ പുഴയിൽ നോക്കൂ, 40 അടിയോളം ആഴമുണ്ട് എന്നാണ് ചില ആളുകൾ പറഞ്ഞത്. ഏതായാലും അത്ര